മെയ് 5 ബഷീർ ദിനം. ബേപ്പൂർ സുൽത്താൻ ഓർമ്മയായിട്ട് 31 വർഷം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പാത്തുമ്മയുടെ ആട് എന്ന കഥയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ കഥയാണ് പാത്തുമ്മയുടെ ആട്. ഇതിലെ പ്രധാന കഥാപാത്രമാണ് പാത്തുക്കുട്ടിയും ആടും സയ്യിദ് മുഹമ്മദും അബിയും. രാവിലെ തന്നെ ആട് അബിയുടെ ട്രൗസർ അടിക്കുകയാണ്. പാത്തുക്കുട്ടിയും സയ്യിദ് മുഹമ്മദും ആടിൻ്റെ വാലിൽ പിടിച്ചു ഇരിക്കുകയാണ്. ആട് എന്നിട്ടും ട്രൗസറിൽ നിന്ന് പിടിവിടുന്നേയില്ല. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അബിയുടെ പകുതി ട്രൗസറും ആട് തിന്നു കഴിഞ്ഞു. പിന്നെ അബിയുടെ കയ്യിലുണ്ടായ പലഹാരം എറിഞ്ഞു കൊടുത്തു. അവസാനം ആട് അത് തിന്നു. പിന്നെ ബഷീർ വന്നിട്ട് ഇവരെയും കൂട്ടി പുഴയിൽ പോയി. പക്ഷേ അബിക്ക് ട്രൗസറില്ല. ബഷീർ ചോദിച്ചു, എൻ്റെ ട്രൗസർ കൊടുത്തു എന്ന്. പാത്തുക്കുട്ടി പറഞ്ഞു, ആട് അബിയുടെ ട്രൗസർ തിന്നു. പിന്നെ ഇവർ പുഴയിൽ നിന്ന് കുളിക്കുമ്പോൾ ഒരു പെൺകുട്ടി തോണിയിൽ പോകുന്നത് ബഷീർ കണ്ടു. എന്നിട്ട് ബഷീർ അബിയെ തോർത്തുകൊണ്ട് അബിയെ ഉടുപ്പിച്ചു. എനിക്ക് ഈ കഥ വളരെ ഇഷ്ടപ്പെട്ടു കഥയായിരുന്നു. എനിക്ക് ഈ കഥ വായിച്ചിട്ട് ചിരിയാണ് വന്നത്.